എന്റേതു മാത്രം. രചന ആമിന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. എടാ അത് കുറച്ച് കൂടുതലല്ലേ? ഒരാളുടെ ജീവനൊക്കെ എടുത്ത് വേണോ? അത് വേണോ വേണ്ടയോന്ന് അവള് തീരുമാനിക്കട്ടെ. അയാള് ജീവിച്ചിട്ട് എനിക്ക് ഗുണമൊന്നുമില്ലല്ലോ. തീരുന്നെങ്കിൽ തീരട്ടടാ. നിന്റെ അടുത്ത പ്ലാൻ എന്താടാ ഇനി? ഇനിയുള്ള അവളുടെ രക്ഷകന് വേണ്ടിയാ. അവൻ മറക്കാത്ത, ഒരിക്കലും മറക്കാനാവാത്ത പണി. ഈ ജന്മം അത് അവനോ അവന്റെ വീട്ടുകാർക്കും മറക്കാനാവില്ല. കാർത്തിക് പറഞ്ഞു. സന്ദീപ് സംശയത്തോടെ അവനെ നോക്കി. അവന്റെ 3 പെങ്ങന്മാരെ ഞാനങ്ങ് പൊക്കാൻ പോവാ. അല്ലല്ല, പൊക്കിന്ന് വേണം പറയാൻ. അതും പറഞ്ഞ് കാർത്തിക് പൊട്ടിച്ചിരിച്ചു. ലച്ചുവിന് വേണ്ടി അവരെയും വേണമായിരുന്നോ നിനക്ക്? വേട്ടക്കാരന് ഇരകളെല്ലാം സമമാ. അതിലൊരു പടി മുകളിലാണ് ലച്ചു എന്ന് മാത്രം. അവളെ പോലെ തന്നെ അടിപൊളി വീസ ബാക്കി 3. നിനക്കൊന്ന് യോഗ ഉണ്ടാവും. മാനം നഷ്ടപ്പെട്ട അവന്റെ സഹോദരിമാരുടെ മുഖത്തേക്ക് അവൻ എങ്ങനെ നോക്കുന്ന എനിക്ക് കാണണം. ഒന്നല്ല 2 സഹോദരന്മാരുണ്ടായിട്ട് അങ്ങനെ സംഭവിച്ചോർത്ത് അവൻ കുറ്റബോധം കൊണ്ട് ജീവൻ എടുക്കണം. ഇല്ലെങ്കിൽ ചത്ത് ജീവിക്കണം. അത് കണ്ട് അവളുടെ ഹൃദയം പൊട്ടണം. അതിനു വേണ്ടി എന്ത് തറപ്പണി ഞാൻ കാണിക്കും. ആത്മവിശ്വാസം നല്ലതാ, പക്ഷെ ഓവറായ പിന്നെ പറയണ്ടല്ലോ. കിട്ടുന്ന വേണമെങ്കിൽ തിന്നിട്ട് എച്ചിൽ കളഞ്ഞിട്ട് പോയാൽ മതി. എനിക്കിട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട, മനസ്സിലായല്ലോ? എൻ്റെ വിശ്വാസം തെറ്റാതെ സൂക്ഷിക്കാൻ എനിക്കറിയാം. നിനക്ക് വേണമെങ്കിൽ പറയേ, ആവശ്യക്കാർ ഒരുപാടുണ്ട്. പിന്നെ വേണ്ട, ഞാൻ നിന്നെ നന്മക്ക് പറഞ്ഞ. അതിന് കാർത്തിക് പുച്ഛത്തോടെ ഒന്ന് മൂളി. പിന്നെ അതിൻ്റെ പ്ലാന്? അത് നീ ഗ്യാലറിയിലിരുന്ന് കണ്ടാ മതി. പറഞ്ഞ അതിന് രസങ്ങ് പോയില്ലേ? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് സന്ദീപ് അവനൊപ്പം കൂടി. സമയം കഴിഞ്ഞിട്ട് ഗിരിയെ കാണാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന രാധിക വീട്ടിലെ ഒരുക്കങ്ങൾ കണ്ട് കാര്യറിയാൻ ഞെട്ടി നിൽക്കുകയാണ്. എന്താ വന്നു നോക്കുന്നത്? അവളുടെ കെട്ടുകൂടാ ഒരുങ്ങിയെന്നോ? വൈകാതെ ഉണ്ടാവും അത്. പിന്നെ ഒരു ശവ സംസ്കാരവും. ശങ്കർ പറഞ്ഞതും ഒരു ഇടിമുഴക്കം പോലെ അത് അവിടെ കാതുകൾ കേട്ടുകൊണ്ടിരുന്നു. അത് കേട്ടതും ഗൗരി അവിടേക്ക് വന്നു. ചേട്ടൻ എന്തിനാ ഇതൊക്കെ അവരോട് പറയുന്നത്? അനുഭവിക്കട്ടെ. എന്റെ മോനെ തല്ലിയ കൈകൊണ്ട് തന്നെ മകളെ എന്റെ മോന് പിടിച്ചെടുക്കാൻ തയ്യാറായിട്ടിരുന്നോ? എന്റെ ഭർത്താവ് എവിടെ? നിങ്ങൾ എന്താ ചെയ്ത്? രാധിക കരഞ്ഞോട് ശങ്കറിന്റെ കോളിൽ പിടിച്ചു. വീട് അങ്ങോട്ട്, ഞങ്ങൾക്ക് എങ്ങനെ അറിയാം എവിടെ പോയെന്ന്? പോയി അന്വേഷിക്ക്, ഗൗരി പറഞ്ഞു. രാധിക നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് റൂമിലേക്ക് ഓടി. അത് കണ്ട് ഗൗരിയോടെ പുറകെ ചെന്നു. റൂമിലേക്ക് ചെന്നവും പൊട്ടിക്കിടക്കുന്ന ഫോൺ എടുത്ത് രാധികയെ നോക്കി. വിളിക്കാനാവില്ലെന്ന് കണ്ടതും അവർ പുറത്തേക്ക് ഇറങ്ങാൻ പോയതും അതിനു മുന്നേ ഗൗരി മുറി പുറത്തുനിന്ന് പൂട്ടി. അത് കണ്ടതും ഞെട്ടലോടെ രാധിക അലറി വിളിച്ചു. ഗൗരി ഒരു ചിരിയോടെ താക്കോൽ ശങ്കറിന്റെ കയ്യിലേക്ക് കൊടുത്തു. അവിടെ കിടക്കട്ടെ, ഏട്ടൻ വാ. ഗൗരി ആളിലേക്ക് നടന്നു. രാധിക കഥകൾ മുട്ടി വിളിച്ചുകൊണ്ടിരുന്നു. അവസാനം ബോധമറ്റവർ തറയിലേക്ക് വീണു. ആനന്ദും ആദ്യം അച്ഛനും കൂടി ലച്ചുവിന്റെ അച്ഛനെ തിരക്കി എല്ലാവരും അന്വേഷിക്കുകയാണ്. പെട്ടെന്ന് ഫോണിലേക്ക് സുമതിയുടെ കോൾ വന്നു. ആനന്ദ് ഭയത്തോടെ ഫോൺ എടുത്തു. അപ്പുറത്തുനിന്ന് സുമതിയുടെ കരച്ചിൽ കേട്ടവൻ ഞെട്ടി. നന്ദു, ആരൊക്കെ വന്ന് മക്കളെ കൊണ്ടുപോയി. എന്നെ വീട്ടിൽ പൂട്ടിയിട്ടിട്ട് അവർ കൊണ്ടുപോയത്. ഒന്ന് പോയി എന്റെ മക്കളെ രക്ഷിക്കടാ. സുമതിയുടെ കരച്ചിൽ കേട്ടതും ആനന്ദൊരു ഞെട്ടലോടെ അച്ഛനെ ആദ്യം നോക്കി. എന്താടാ? അച്ഛൻ ചോദിച്ചു. അവനൊന്നും പറയാനാവാത്ത അവസ്ഥയിലായിരുന്നു. അവരെയും കൊണ്ടുപോയി അവന്റെ ആൾക്കാർ. അവനെ വെറുതെ വിടരുത്. ഇഞ്ചിഞ്ചായി കൊല്ലണ പന്നിയെ. ആനന്ദ് ദേഷ്യം കൊണ്ട് വിറച്ചു. ആന്റിയുടെ വീട്ടിലേക്ക് വണ്ടി വിട്. അവൻ പറഞ്ഞു. ആദ്യം കാർ തിരിച്ചു വിട്ടു. അവിടെ എത്തിയത് വീട് പുറത്തുനിന്ന് പൂട്ടിയ അവസ്ഥയിലായിരുന്നു. പുറത്തിരുന്ന് താക്കോലെടുത്ത് അവൻ ഡോർ വന്നു. കയ്യിൽ കിട്ടിയ സാധനം വാങ്ങിക്കൊണ്ട് സുമതി പുറത്തേക്ക് വന്നു. അവരെ കണ്ടത് കൈകളുടെ സാധനം നിലത്തിട്ട് കരഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. അവരാരാളെ കൊണ്ടുപോയത്? പോയി നോക്കടാ. സുമതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്തുണ്ടായത്? എടാ മോനെ, എനിക്കൊന്നും അറിയില്ലടാ. ഇവിടെ വന്ന് കയറിയതേ ഉള്ളൂ ഞങ്ങള്. ഞാൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയതു. പുറത്തൊരു വണ്ടി കൊണ്ട് നിർത്തി. അവന്മാരിവിടെ കയറി വന്നു. കാര്യം ചോദിക്കും മുന്നേ അവന്മാര് പിള്ളേരെ പിടിച്ചു വലിച്ച് മുഖത്ത് തുണിയുടെ മൂടി. ഞാൻ പിടിച്ചു മാറ്റാൻ ചെന്നതിന്റെ അകത്തേക്ക് തള്ളി ഡോറ് പുറത്തുനിന്ന് പൂട്ടി. അത് കേട്ടത് അച്ഛനൊരു തളർച്ചയോടെ അവിടേക്ക് ഇരുന്നു. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ആദ്യം ആനന്ദും. മക്കൾക്ക് എന്തെങ്കിലും പറ്റിയിട്ട് നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ദൈവമേ, ഇതെങ്ങനെ ഞങ്ങൾ സഹിക്കും? അച്ഛൻ വേദനയോടെ പറഞ്ഞു. അച്ഛൻ ആദ്യം കൊണ്ട് വീട്ടിലേക്ക് വെക്കോ, ഞങ്ങൾ നോക്കിക്കോളാം. ബാക്കി പോലീസിൽ അറിയിക്കാം മോനെ, അല്ലാതെ വേറെ വഴിയില്ല. എനിക്ക് പേടിയാവുന്നുണ്ടേ. അച്ഛൻ ടെൻഷൻ ആവണ്ട, ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ പോയിട്ട് വരാം. അച്ഛൻ കൂടെ വരണ്ട. ആദ്യം അത് പറഞ്ഞ് ആനന്ദിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും അവന്റെ ഫോണിലേക്ക് വീണ്ടും കോൾ വന്നു. മുന്നറിയിപ്പ് തന്നിട്ട് കൂടി സംരക്ഷിക്കാൻ നിനക്കായില്ലല്ലേ? അപ്പുറത്ത് പുച്ഛ നിറഞ്ഞ സംസാരമാണ് കേട്ടത്. നിങ്ങൾ പറഞ്ഞെല്ലാം നടന്നു. നിങ്ങൾ ആരാ? ഇങ്ങനെ മറഞ്ഞിരിക്കാതെ മുന്നിലേക്ക് വന്നൂടെ? സമയമായിട്ടില്ല. ആവുമ്പോൾ ഞാൻ വരുന്നതിനൊക്കെ മുന്നിലേക്ക്. ഇപ്പം അതല്ലല്ലോ കാര്യം. കാര്യത്തിലേക്ക് വരാം. 4 പേരെ കാണാനില്ല. ഇതിന്റെ പേരിൽ പോലീസിൽ അറിയിക്കാനാവും നിങ്ങളുടെ തീരുമാനമല്ലേ? പോലീസിൽ അറിയിക്കുന്നുണ്ടൊന്നും സംഭവിക്കില്ല. അവരന്വേഷിച്ചെത്തുമ്പോഴേക്കും അവരുടെ പ്ലാനെല്ലാം നടന്നു കഴിഞ്ഞിരിക്കും. നിങ്ങൾക്ക് എന്ത് നഷ്ടമാവണ ഇതില്? നിങ്ങളുടെ വാക്കും കേട്ട് ഞങ്ങളിരുന്നാലേ നഷ്ടം ഞങ്ങൾക്കാ. താഴ്ന്നു പോടോ. ആനന്ദാവും പറഞ്ഞ് കോൾ കട്ടാക്കി വണ്ടിയിൽ കയറിയതും ആദ്യം കയറി. ആദ്യം ആനന്ദിനും കാർത്തികിനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. ആനന്ദിന്റെ ഫോണിലേക്ക് വീണ്ടും ആ കോൾ വന്നുകൊണ്ടിരുന്നെങ്കിലും അവനത് എടുക്കാൻ തയ്യാറായില്ല. അവനെ വെറുതെ വിടരുത്.
ഇത് അവന്റെ അവസാനത്തെ കളിയായിരിക്കണം. ആദ്യ പറഞ്ഞതും ആനന്ദും അതേ ചിന്തയിലായിരുന്നു. ലച്ചു ഒരു വഴിയില്ലാതെ താൻ കാരണമാണ് എല്ലാം ഉണ്ടായതെന്ന ചിന്തയിൽ റൂമിലിരിക്കുകയായിരുന്നു. അവളുടെ ഫോൺ ശബ്ദിച്ചവും ആനന്ദാവുമെന്ന് കരുതി അവൾ ഫോൺ എടുത്തു. പരിചയമില്ലാത്ത നമ്പർ കണ്ടതും അവൾ ആദ്യമൊന്നും മടിച്ചെങ്കിലും ഫോൺ എടുത്തു. ഹലോ ഹലോ. അപ്പുറന്ന് ശബ്ദം കേട്ടതും ആ ശബ്ദം കേട്ടവൾ ഞെട്ടി. കാർത്തിക്, അപ്പൊ നീ എന്നെ മറന്നിട്ടില്ലല്ലേ? അവളുടെ വായിൽ നിന്നറിയാതെ വീണ പേര് കേട്ടവൻ പറഞ്ഞു. ലച്ചു അവന്റെ ശബ്ദം കേട്ട് പേടിച്ച് വിറക്കുകയായിരുന്നു. എന്റെ ഇങ്ങനെ ഒരു ഫോൺ കോൾ നീ പ്രതീക്ഷിക്കാനുള്ളതെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എന്താ വേണ്ട? ഇനി എന്നെ വേദനിപ്പിച്ച് മതിയായില്ലേ? അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. വേദനിപ്പിക്കാനോ? ഞാൻ നിന്നെ സ്നേഹിക്കാനല്ലേ ലച്ചു, പിന്നെ എങ്ങനെ നിന്നെ ഞാൻ വേദനിപ്പിക്കും? അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവൾ കരഞ്ഞു. നീ എന്നെ വിട്ടുപോയാലും എനിക്കതിനാവില്ലല്ലോ, കാരണം ഞാൻ നിന്നെ മോഹിച്ചു പോയില്ലേ. നീ ഒരു ദുഷ്ടനാ, വൃത്തിയിട്ടവൻ. നീ എന്തിനാ എന്നെ വിളിച്ച്? എനിക്ക് സംസാരിക്കണ്ട, എന്നെ വിളിച്ചു പോരുത്. ഇനി കോള് കട്ടാക്കാൻ പറയട്ടെ. നിനക്ക് പ്രിയപ്പെട്ട പലരും ഇപ്പം എൻ്റെ കയ്യിലാ. നിന്റെ അച്ഛൻ, നിന്റെ രക്ഷകന്റെ സഹോദരിമാർ, അങ്ങനെ പലരും. അവൻ പറഞ്ഞതും അവളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ കടന്നുപോയതുപോലെ ആയിരുന്നു. അവരെങ്ങനെ നിന്റെ കയ്യിൽ? നീ എന്താ ചെയ്തേ? ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. നീ വിശ്വസിക്കില്ല? നീ വിശ്വസിക്കുന്ന തെളിവാണെങ്കിൽ ഞാൻ തരാം. നിന്റെ ഫോണിലേക്ക് ഞാൻ അയച്ച വീഡിയോ നോക്കിയെന്ന് എനിക്ക് വിശ്വാസമാവും. അതും പറഞ്ഞാൽ കോൾ കട്ടാക്കിയതിൽ വെച്ച് ഞെട്ടിലൂടെ അവൻ അയച്ച വീഡിയോ ഓപ്പൺ ചെയ്തു. വീഡിയോ കണ്ട് അവൾ ഞെട്ടിധരിച്ച് നിന്നു. അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. അടുത്തടുത്തായി ബോധമില്ലാതെ ചേരിൽ കെട്ടിട്ടിരിക്കുന്ന അച്ഛനെയും ആരെയും കാവ്യയും പ്രിയയും കണ്ട് ലച്ചു അലറിക്കരഞ്ഞു. ലച്ചു വിളിച്ചുകൊണ്ട് തറയിലേക്ക് ഇരുന്നു. നെഞ്ചിൽ കൈവച്ച് കരയാൻ തുടങ്ങി. പെട്ടെന്ന് അവൾ കാർത്തിക് വിളിച്ച് നമ്മിലേക്ക് ലച്ചു തിരിച്ചു വിളിച്ചു. നിന്റെ കോൾ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ വിശ്വാസമായില്ലേ? എനിക്ക് എന്താ വേണ്ട? അവരൊന്നും ചെയ്യരുത് പ്ലീസ്. ഇല്ല, ഞാനൊന്നും ചെയ്യില്ല. എനിക്ക് വേണ്ട നിന്നെയാ. നീ എൻ്റെ അടുത്തേക്ക് വന്നാൽ ഇവർക്കൊന്നും സംഭവിക്കാൻ ഞാൻ വിട്ടേക്കാം. പക്ഷെ വന്നില്ലെങ്കിൽ പിന്നെ ഇവരുടെയൊക്കെ ശവാരിക നീ കാണുന്നു. അവരുടെ മാത്രമല്ല, അവൻ്റെയും. വേണ്ട വേണ്ട, അവരൊന്നും ചെയ്യരുത്. ഞാൻ വരാം, എവിടേക്കാണെങ്കിലും വരാം. ഞാൻ അവരെ വെറുതെ വിടണം. മതി, നീ എൻ്റെ അടുത്തേക്ക് വന്നാൽ മാത്രമേ ഇവർക്ക് ആർക്കും ഒന്നും സംഭവിക്കില്ല. പക്ഷേ ഈ കാര്യം അവൻ അറിയിച്ചുകൊണ്ട് വരാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇവരെയൊന്നും നീ പിന്നെ ജീവനോടെ കാണുകയില്ല. ഇല്ല, ആരോടും പറയില്ല ഞാൻ. പ്ലീസ്, അവരൊന്നും ചെയ്യരുത്. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ കേൾക്കാം. എവിടേക്ക് വേണമെങ്കിൽ ഞാൻ വരാം പ്ലീസ്. ലച്ചു കരഞ്ഞുകൊണ്ട് യാചിച്ചു. ആർക്കും ഒന്നും സംഭവിക്കില്ല. നീ നിന്റെ വീട്ടിലേക്ക് വരണം. അതും ഇന്ന് രാത്രിക്ക് മുമ്പ് തന്നെ. നാളെ ഞാനും നീയും തമ്മിലൊന്നും നടക്കാതെ പോയി വിവാഹം നടക്കണം. അവൻ പറഞ്ഞു വെച്ചത് കേട്ട് ഞെട്ടി. അവളുടെ ഉള്ളിലേക്ക് ആനന്ദിന്റെ മുഖം കടന്നു വന്നു. നിനക്ക് പറ്റില്ലെങ്കിൽ പറയേ. വേണ്ട, ഞാൻ വരാം, എനിക്ക് സമ്മതം. പക്ഷെ ഞാൻ വന്നാൽ നീ അവരെ വിടുന്ന എന്ത് ഉറപ്പാ എനിക്ക്? നിനക്ക് ബുദ്ധിയുണ്ട്. കാർത്തിക് പറഞ്ഞതാ. ഞാനും നീയും തമ്മിൽ വിവാഹം നടന്നു കഴിഞ്ഞാൽ അവരെ ഞാൻ വിട്ടേക്കാം. അത് പറ്റില്ല. നിന്റെ വാക്ക് ഇനി ഞാൻ വിശ്വസിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? പിന്നെന്ത് വേണം? നാളെ വിവാഹം നടക്കുമ്പോൾ അവരെന്റെ കൺമുമ്പിലുണ്ടാവും. എങ്കിൽ നീ ആയിട്ടുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിക്കാം. ലച്ചു പറഞ്ഞു. കാർത്തിക് ആലോചിച്ചുകൊണ്ട് സമ്മതിച്ചു. എന്നെ വിഡ്ഢിയാക്കിയിട്ട് അതിബുദ്ധി കാണിക്കാൻ നീ കരുതണ്ട. അവനൊരു വാണി പോലെ പറഞ്ഞു. ആർക്കൊന്നും സംഭവിക്കരുത്. ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം. അവരൊന്നും ചെയ്യരുത്. ലച്ചു പറഞ്ഞതും കാർത്തിക് വിജയ് ഭാഗത്തിൽ പൊട്ടിച്ചിരിച്ചു. നീ വീണ്ടും പറ്റിക്കപ്പെടാൻ പോവുക. ആരെയും വെറുതെ വിട്ട ശീലം എനിക്കില്ല ലച്ചു. അവനതും പറഞ്ഞ് സ്വയം ചിരിച്ചതും സന്ദീപ് കേട്ട് ചിരിച്ചു. ലച്ചുവിന്റെ മനസ്സിലാ നേരം ബോധമില്ലാതെ കിടക്കുന്ന അവരുടെ പ്രിയപ്പെട്ടവരുടെ മുഖം മാത്രമായിരുന്നു. ലച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ കരഞ്ഞുകൊണ്ട് താഴേക്ക് ചെന്നു. ഉള്ളിൽ അവൾ ആനന്ദിനോട് മാപ്പ് പറയുകയായിരുന്നു. സോറി ഏട്ടാ, എനിക്കിതല്ലാതെ വേറെ വഴിയില്ല. ഏട്ടൻ എന്ന വാക്ക് ഞാൻ തെറ്റിക്കുക. സോറി. ഈ ജന്മം ഒന്നിക്കാൻ നമുക്ക് ഭാഗ്യമില്ലായിരിക്കും. അടുത്ത ജന്മെങ്കിലും ഏട്ടൻ എൻ്റേത് മാത്രമായിരിക്കും. അവനെ ഓർത്ത് കരഞ്ഞുകൊണ്ട് അവൻ ഹാളിലേക്ക് വന്നു. അമ്മ അവിടെ നിന്ന് കണ്ടതും ലച്ചു ഒന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങി. അമ്മ എന്നോട് ക്ഷമിക്കണം. മുഖത്ത് നോക്കി കള്ളം പറഞ്ഞിവിടുന്ന് പോകാൻ എനിക്കാവില്ല. എല്ലാം നല്ലതിന് വേണ്ടിയാ. എൻ്റെ ജീവൻ നഷ്ടമായാലും ആർക്കൊന്നും സംഭവിക്കരുത്. എന്നോട് ക്ഷമിക്കണം. ഞാൻ പോവാ. പുറത്തിറങ്ങി ഒന്നുകൂടി തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൾ അതും പറഞ്ഞ് തിരിഞ്ഞു നോക്കാ കരഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. അവളുടെ ഉള്ളിൽ മുഴുവൻ ഒരേ സമയം ആനന്ദിന് കൊടുത്ത വാക്കും ആ വീഡിയോയും കാർത്തികിന്റെ വാക്കുകൾ ഇളകി മറിഞ്ഞുകൊണ്ടിരുന്നു. ആനന്ദിന്റെ ഒപ്പം ഇനിയൊരു ജീവിതം ഉണ്ടാവില്ലെന്ന കാര്യം ഓർത്ത് അവളുടെ ഉള്ള വേദനയാൽ പിടഞ്ഞുകൊണ്ടിരുന്നു. സ്നേഹിക്കാൻ പാടില്ലായിരുന്നു ഞാൻ. ഏട്ടനെ കൂടി ഞാൻ വേദനിപ്പിച്ചു. ഇനിയൊരു ജീവിതം ഏട്ടനോടൊപ്പം ഉണ്ടാവും തോന്നില്ല എനിക്ക്. വേദനിച്ച് മരിക്കാനാവും എൻ്റെ വിധി. ഒരുപാട് ആഗ്രഹിച്ചു പോയിരുന്നു ഏട്ടനോടൊപ്പം ഇനിയുള്ള കാര്യങ്ങളും സന്തോഷമായി ജീവിക്കാൻ. അതിന് എനിക്ക് ഭാഗ്യമില്ല. മോഹിക്കാനോ ആശിക്കാനോ പാടില്ലായിരുന്നു. സോറി ഏട്ടാ. എല്ലാം സ്വയം സഹിക്കാൻ തയ്യാറായിക്കൊണ്ടാ ഞാനിവിടുന്ന് പോകുന്നത്. സഹിക്കാനാവാത്ത വേദനയോടെ അവൾ കണ്ണമർത്തി തുടച്ചു. സ്വന്തം വീട് ലക്ഷ്യമാക്കി നടന്നു. അവളുടെ ഉള്ളിൽ മുഴുവൻ ആനന്ദം നിറഞ്ഞു നിന്നു. നന്ദു, ആ ഫോൺ എടുക്ക്. അയാൾ നമ്മൾ സഹായിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. എല്ലാവരും ഒരുപോലെ അപകടത്തിലാ.
നമുക്ക് മുന്നിൽ ഒരു വഴിയില്ല അവരെ കണ്ടുപിടിക്കാൻ. പോലീസ് വഴി നമ്മൾ അന്വേഷിക്കാൻ അവർ കാർത്തിക് എന്തെങ്കിലും ചെയ്യുമെന്ന് പറയാനാവില്ല. മാത്രമല്ല പിന്നെ നമ്മുടെ കണക്കെടുക്കാൻ അവനെ കിട്ടിയെന്ന് വരില്ല. ആദ്യം പറഞ്ഞു ആനന്ദ് ഫോണിലേക്ക് നോക്കി. അയാൾ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഫോണിങ് എടുക്കും, ഞാൻ സംസാരിക്കാം. നമുക്ക് മുന്നിൽ വേറെ വഴിയില്ല. ആദ്യം വീണ്ടും ഓർപ്പിച്ചതും ആനന്ദ് കോൾ എടുത്തു. ഏയ് ആനന്ദ്, നീ എന്തായി കാണിക്കുന്നത്? നിന്റെ ദേഷ്യം കാരണം നഷ്ടാവുന്ന 1-2 പേരല്ലെന്ന് ഓർമ്മ കാണും. ഫോൺ എടുത്തു അയാൾ പറഞ്ഞു. അത് കേട്ടും ദേഷ്യത്തിലാണ് അയാളെന്ന് അവന് മനസ്സിലായി. സോറി, നിങ്ങൾ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പറയും, ഒരു സമയം കളയാതെ. അവൻ പറഞ്ഞു. അയാൾ പുച്ഛത്തോടും ചിരിച്ചു. സമയം, അതിന്റെ വില ഇപ്പോഴും നിനക്കറിയില്ല. അറിയാമായിരുന്നെങ്കിൽ ഇത്രയും നേരം എന്റെ കോൾ എടുക്കാതിരിക്കാൻ നിനക്ക് കഴിയുമായിരുന്നോ? അയാൾ ചോദിച്ചു. അവൻ ആഞ്ഞ് ശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു. പ്ലീസ്, അപ്പോഴത്തെ ടെൻഷനിൽ സംഭവിച്ചാ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പറയേ. എന്ത് വേണമെങ്കിലും പകരം തരാൻ ഞാൻ. എനിക്ക് വേണം കാർത്തിയുടെ ജീവൻ, അതുമാത്രം മതി എനിക്ക്. അവന്റെ ജീവൻ ഇനി അധികം ആയുസില്ല. നിനക്ക് വേണ്ട തന്നെയാ എനിക്കും വേണ്ടത്. നിന്നെ സഹായിക്കാൻ ഞങ്ങളുണ്ടാവും. പക്ഷേ അവർക്കാർക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല. സംഭവിക്കാനുള്ള സംഭവിച്ചു കഴിഞ്ഞു. നക്ഷത്ര, അവളിപ്പോൾ നിന്റെ വീട്ടിലില്ല. അയാൾ പറഞ്ഞു. ആനന്ദ് ഞെട്ടി ആദ്യം നോക്കി. അവള് വീട്ടിലുണ്ട്. അത് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ്. എന്നാൽ അവളിപ്പോൾ നിന്റെ വീട്ടിലില്ല. ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി അവൾ കാർത്തികിന്റെ മുമ്പിലേക്ക് പോകുന്നുണ്ടാവും ഇപ്പോൾ. പക്ഷെ അവളെ കിട്ടിയാലും അവരാരെയാവും വെറുതെ വിടില്ല. ഈ കാര്യം അറിയിക്കാൻ ഞാൻ വിളിച്ചിട്ടും നീ ഫോൺ എടുത്തില്ല. ഇപ്പോൾ മനസ്സിലായില്ലേ നിനക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന്? അയാൾ പറഞ്ഞു. അവൻ്റെ ഉള്ളിൽ അവളുടെ അടുത്ത് തീരുമാനത്തെയോർത്ത് അവളോട് വല്ലാത്ത ദേഷ്യം തോന്നി. ആദി, അമ്മയെ വിളിച്ച് വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുക. അവൻ ടെൻഷൻകാരൻ ആദിയോട് പറഞ്ഞു. വരട്ടെ ആനന്ദ്, തൽക്കാലം വീട്ടിൽ വിളിക്കണ്ട. ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. നിന്റെ വീട്ടിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടാവില്ല അവൾ വീട് വിട്ട്. തൽക്കാലം അവരെ കൂടി അറിയിച്ച് പ്രശ്നം വഷളാക്കണ്ട. അവൾ വീട്ടിലില്ലെന്ന് അറിയുമ്പോൾ മാത്രം അവരറിയട്ടെ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ പറയുന്ന പോലെ കേൾക്കുന്നവ ഇപ്പം നല്ലത്. അവളുടെ കാര്യം വിട്ടേക്ക്. അവളെ അവനൊന്നും ചെയ്യില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. നാളെ അവളോ അവനും നമ്മളെ വിവാഹം നടത്താനാ അവൻ്റെ തീരുമാനം. അതിനവനുണ്ടാവില്ല. ഞാൻ വാക്ക് തരാം. ഇപ്പം നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ബാക്കിയുള്ളവരെയാ. എന്ന് കരുതി അവൾ ഒറ്റക്കാകെ എനിക്കാവില്ല. അവൾക്കൊന്നും സംഭവിക്കില്ലെന്ന് എനിക്ക് ഞാൻ വാക്ക് തരാം. അവൾ പോകുന്ന അവളുടെ വീട്ടിലേക്കാ. നാളെ മുഹൂർത്തം വരെ അവൾക്കൊന്നും സംഭവിക്കില്ല. പക്ഷേ ഇപ്പം അവൾ അന്വേഷിച്ചു പോയാ നിന്റെ സഹോദരിമാരെ നാളെ ജീവനോടെ കാണാൻ നിനക്ക് പറ്റിയെന്ന് വരില്ല. ആനന്ദും ആദിയും അത് കേട്ട് ഞെട്ടി ഒന്നിച്ച് പറഞ്ഞു. അവർക്കൊന്നും സംഭവിക്കാതെ ഇരിക്കണമെങ്കിൽ ഇന്ന് തന്നെ അവരെ കണ്ടുപിടിക്കണം. അവനൊരു ചെന്നായ അവരുടെ മാനത്തിനും ജീവനൊന്നും അവൻ്റെ മുമ്പിൽ വരെയില്ല. വൈകിയ നഷ്ടം നിങ്ങൾക്ക് മാത്രമാവും. ഇപ്പം ഞങ്ങളെന്താ ചെയ്യേണ്ടത്? ആനന്ദ് വീണ്ടും എന്ത് ചെയ്യണമെന്നറിയാതെ ചോദിച്ചു. നന്ദു, അവരുടെ ആരെങ്കിലും കയ്യിൽ ഫോൺ ഉണ്ടാവില്ലേ? അതിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയാൽ എന്തെങ്കിലും വഴി കിട്ടിയാലോ? ഇതിനോടൊക്കെ അവരുടെ ഫോൺ അവൻ വാങ്ങിയിട്ടുണ്ടാവും. വേണമെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം. അയാൾ പറഞ്ഞതും ആദ്യം ഫോണിൽ അവരുടെ 3 പേരെയും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അത് അവനും അവരുടെ ആൾക്കാരെ വാങ്ങിയിട്ടുണ്ടാവും. ആദി, ആനിയുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ടുള്ള ഏതെങ്കിലും വീട്ടിലെ CCTV ഫുട്ടേജ് നോക്കിയാൽ വണ്ടി പോയ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റിയേക്കും. യാ, ഗുഡ് ഐഡിയ. വണ്ടി എടുക്കാ പെട്ടെന്ന്. ആനന്ദ് ഫോൺ കട്ടാക്കി പറഞ്ഞു. ആദ്യം വണ്ടി നേരെ അവിടേക്ക് വിട്ടു. ലച്ചുയുടെ പല്ലവി, അവളെ കണ്ടില്ലല്ലോ. വീട്ടിലേക്ക് എത്തിയ അച്ഛൻ അമ്മയോട് ചോദിച്ചതിന് പുറകെ വന്ന സുമതിയെയും കണ്ട് അമ്മയുടെ ഉള്ളിലൊരു ഭയം ഉടലെടുത്തു. അവരൊക്കെ എവിടെ ഏട്ടാ? പല്ലവി, അത് പിന്നെ ഞാൻ എന്താ പറയുക നിന്നോട്? അച്ഛൻ കണ്ണുടച്ചുകൊണ്ട് പറഞ്ഞു. സുമതി അത് കണ്ട് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. എന്തു പറ്റി ഏട്ടാ? എന്തിനാ നിങ്ങൾ കരയുന്നേ? അമ്മ വെപ്രാളത്തോടെ ചോദിച്ചു. അത് കേട്ട് അച്ഛൻ വേദനയോടെ നടന്നെല്ലാം പറഞ്ഞു. അത് കേട്ടത് അമ്മ ഉൾക്കൊള്ളാനാവാതെ ഞെട്ടിയവരെ മാറി മാറി നോക്കി. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ വിശ്വസിക്കില്ല. അവരാരും കൊണ്ടുപോവാനാ? അമ്മ കരഞ്ഞോണ്ട് അച്ഛനോട് ചോദിച്ചു. അന്നേ ഞാൻ പറഞ്ഞാ നിങ്ങളോടൊക്കെ അവള് വീട്ടിൽ നിർത്തുന്നത് നല്ലതില്ലെന്ന്. കണ്ടില്ലേ ഇപ്പോ അവള് കാരണം ഇതെല്ലാം ഉണ്ടായത്. എന്റെ മക്കള്. സുമതി കരഞ്ഞോണ്ട് തലക്ക് കയ്യും കൊടുത്തിരുന്നു. അത് കേട്ടത് അമ്മ ഒന്നും പറയാനാവാത്ത അവസ്ഥയിലായിരുന്നു. ഏട്ടാ, അവർക്ക് എന്തെങ്കിലും പറ്റിക്കാണോ? എനിക്ക് പേടിയാവുന്നു. നമുക്ക് പോലീസിൽ അറിയിക്കാം ഏട്ടാ. നീ ടെൻഷനാവാതെ, മക്കള് പോയിട്ടുണ്ട് പരാതി കൊടുക്കാൻ. അവർക്കൊന്നും ഉണ്ടാവില്ല. അച്ഛനമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മ തളർച്ചയോടെ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് നടന്നു. തകർന്നു പോയിരുന്ന അവരുടെ മനസ്സും. അച്ഛൻ തളർച്ചയോടെ അവിടെ ഇരുന്നു. ഉള്ളിൽ മക്കളെ ഓർത്ത് ആദിയോട് വെമ്പുകയായിരുന്നു അദ്ദേഹം. ഒരുപാട് നേരമായിട്ടുള്ള അച്ഛനെ താഴേക്ക് കാണാതെയായതും അച്ഛൻ്റെ ഉള്ളിലൊരു സംശയം ഉടലെടുത്തു. അദ്ദേഹം പരിഭ്രമത്തോടെ ആളുടെ റൂമിലേക്ക് നടന്നു. ഡോർ അടച്ചിരിക്കുന്ന കണ്ട് അച്ഛൻ അവിടേക്ക് ഡോറിൽ തട്ടിയതും അത് തനിയെ തുറന്നു. അത് കണ്ടത് അച്ഛൻ സംശയത്തോടെ അകത്തേക്ക് കയറി. അവിടെ അങ്ങ് അവളിൽ നിന്ന് കണ്ടതും അച്ഛൻ്റെ ഉള്ളിൽ വീണ്ടും ഭയം തോന്നി. ദൈവമേ, മോള്! അച്ഛൻ സ്വയം പറഞ്ഞുകൊണ്ട് അവിടെ മുഴുവൻ നോക്കി. മോളെ ലച്ചു! അച്ഛൻ്റെ വിളിയേട്ടതും സുമതി മുകളിലേക്ക് കയറി വന്നു. എന്താ ഏട്ടാ, അവളെവിടെ? അവള് കാരണം ഇതെല്ലാം ഉണ്ടായത്. എവിടെ അവള്? സുമതി കരഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ മുറിയിലേക്ക് കയറി. എവിടെയാടി ഒളിച്ചിരിക്കുന്നത്? എല്ലാം ഒപ്പിച്ചു വെച്ച് മനുഷ്യന്റെ സമാധാനം കളഞ്ഞപ്പോ നിനക്ക് സന്തോഷമായില്ലേ? ഇറങ്ങി വാടി ഇങ്ങോട്ട്. സുമതി ദേഷ്യത്തിൽ വിളിച്ചു അച്ഛൻ അവരെ നോക്കി. അവളെ കാണാനില്ല. എന്തോന്ന്? അവളെവിടെ പോവാൻ? ഇവിടെ എവിടെയും കാണും. എല്ലാം ഉണ്ടാക്കി ഒളിച്ചിരിക്കാവും. ഇല്ല, അവളെ എങ്ങുമില്ല. മോള് പോയെന്നാ തോന്നുന്നു. അവളെ കാരണമാണെന്ന് എഴുതി അവള് പോയതാ. ദൈവമേ,
വീണ്ടും പരീക്ഷണമാണല്ലോ. അച്ഛൻ പറഞ്ഞ സുമതിയെ കേട്ട് പല്ലിയരിച്ചു. സ്വന്തം ചോരയെ കാണാനില്ല, എന്നിട്ട് ഏട്ടന് അവളെ കുറിച്ചാണ് വിഷമം. ഇതെല്ലാം അവൾ ഒരുത്തി കാരണം ഉണ്ടായതാ. എനിക്ക് അവള് എന്റെ മോളെ പോലെ തന്നെയാ. ഇതിനൊക്കെ അവൾ ഒരിക്കലും കാരണക്കാരിയല്ല. നിന്റെ മക്കളെ മാത്രമല്ല സുമേ, എന്റെ മോളെ കൂടിയാ കാണാതായത് എന്ന് കരുതി ലച്ചുകാരനാണെന്ന് പറയണ്ട. അച്ഛൻ അതും പറഞ്ഞ് ആദ്യം കോൾ ചെയ്തുകൊണ്ട് താഴേക്ക് നടന്നു. സുമതി ഒന്നുകൂടി അവിടെ മുഴുവൻ നോക്കി. ഇറങ്ങാൻ പോയതും ലച്ചുവിന്റെ ഫോൺ തറയിൽ കിടക്കുന്നുണ്ട്. അവർ അടുത്തേക്ക് ചെന്ന് അത് എടുത്തു നോക്കി. സുമതി ഫോൺ ഓണാക്കിയതും മുന്നിൽ വീഡിയോ കണ്ട് അതിലേക്ക് നോക്കി. അവരത് പ്ലേ ചെയ്തും ബോധമില്ലാതെ കിടക്കുന്ന 4 പേരെയും കണ്ട് സുമതി ഞെട്ടി. എന്റെ മക്കള്, ദൈവമേ, ഏട്ടാ, പലവി, അവര് എന്റെ മക്കളാരെ കെട്ടിട്ടിരിക്കുന്നത്, ഓടിവാ, അയ്യോ എന്റെ കുഞ്ഞുങ്ങള്. സുമതിയുടെ നിലവിളി കേട്ടതും താഴെന്ന് അച്ഛനും അമ്മയും ഓടി വന്നു. അവരെ കണ്ട സുമതി ഫോൺ അവർക്ക് നേരെ നീട്ടി. ഫോണിലെ വീഡിയോ കണ്ടതും അച്ഛനും അമ്മയും ഒരുപോലെ ഞെട്ടിയിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.